ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഈ നാടോടി സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക അല്ലെങ്കിൽ തമ്മിലുള്ള തർക്കം അതൊക്കെ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുണ്ടോ എന്ന സംശയത്തിൽ ആണ് ഇപ്പോഴത്തെ മറ്റൊരു അന്വേഷണം പോലീസ് നടത്തുന്നത്. ഒപ്പം CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള മറ്റൊരു ടാസ്ക്. അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്കൂട്ടർ, അത് ആക്റ്റീവ സ്കൂട്ടറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥനാര്, അല്ലെങ്കിൽ അത് എവിടേക്ക് പോയി എന്നൊക്കെയുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷഫീദ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഷഫീദ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് നാടോടി സംഘങ്ങൾ നിരവധിയുള്ള മേഖലയാണ് ആ ഭാഗം. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള തർക്കം ഇതിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്നറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും വിശദമായ മൊഴി ഈ ദമ്പതികളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇവരോട് ചോദിച്ചറിയുന്നുണ്ടോ ഇപ്പോഴും പോലീസ് സംഘം? പോലീസിനെ സംബന്ധിച്ച് ഈ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. പക്ഷെ അവരുടെ മൊഴിയിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇത് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടുന്നുമില്ല. കുട്ടി എവിടെ എന്ന് കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമ്മൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി വിവരം സംസാരിച്ചപ്പോൾ പുലർച്ചെ അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിൽ ലഭ്യമായിരുന്നു. മാത്രമല്ല, അവർ പറയുന്നത് തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നമുക്കറിയാം. സ്വാഭാവികമായും അത് വലിയ ഞെട്ടൽ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ടാക്കും. മാത്രമല്ല, എന്താണ് ഇതിന്റെ മോട്ടീവ് എന്ന് മാതാപിതാക്കൾ എന്നവർക്ക് മനസ്സിലായിട്ടില്ല. ഈ മാതാപിതാക്കൾ നിന്ന് രണ്ടാം ഘട്ട മൊഴിയുടെ പടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടി കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, അതായത് ഇവരുടെ സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു, അവിടേക്ക് ഒരു ആക്റ്റീവ സ്കൂട്ടർ എത്തി. ആക്റ്റീവ സ്കൂട്ടറിൽ വന്നവർ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നല്ലാതെ മറ്റു വിവരങ്ങൾ പോലീസിന് നമുക്ക് ലഭിക്കുന്നില്ല. ഷഫീദ്, ഇതിപ്പോ ഈ സംഭവം നടന്നത് 2 മണിയോടെയാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ 5-ാം മണിക്കൂറിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് 5 മണിക്കൂർ പിന്നിടാൻ പോകുന്നു. അപ്പോൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം 2 മണിയോടെ ഇവർ അറിഞ്ഞതാണോ, അല്ല അത് അങ്ങനെയാണെന്ന കാര്യത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നോ? ഇവരെപ്പോഴാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ എപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്? ഈ സ്കൂട്ടറിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ആരാണ് പോലീസിനോട് പങ്കുവച്ചത്? അത്തരം വിശദാംശങ്ങൾ കൂടി പറയൂ. പറഞ്ഞ 12 മണിക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. 2 മണിയോടുകൂടി പോലീസിനെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 മണിയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അതാണ് 5 മണിക്കൂറോളം അടുക്കുന്നു. അതിനുശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തി മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഹൈ അലേർട്ട് കൊടുക്കുന്നു. അതായത് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നു. മെസ്സേജ് എത്തിയപ്പോൾ തന്നെ കമ്മീഷണർ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർ ഹൈ അലേർട്ട് മറ്റ് പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകുന്നു. അങ്ങനെയാണ് സിറ്റിയിലെ മുഴുവൻ പോലീസ് സംവിധാനവും ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 സബ് ഡിവിഷൻസ് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അതിലൊന്ന് കന്റോൺമെന്റ് സബ് ഡിവിഷനും അതേപോലെ തന്നെ ശംഖുമുഖം, കഴക്കൂട്ടം, അങ്ങനെ 3 സബ് ഡിവിഷനാണ് ഈ പേട്ട ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത്. ഈ 3 സബ് ഡിവിഷനുകളിലും ഇതിനോടകം തന്നെ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഈ അലേർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള ഔദ്യോഗികമായി സൂചനകൾ നൽകുന്ന, അല്ലെങ്കിൽ കുട്ടിയെ തിരഞ്ഞുകൊണ്ടുള്ള സൂചനകൾ നൽകുന്ന മിസ്സിംഗ് അലേർട്ട് കൂടി വരേണ്ടതായിട്ടുണ്ട്. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ആസ്ഥാനത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പോലീസ് ആസ്ഥാനത്ത് നിന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് ഈ അന്വേഷണത്തിൽ തടസ്സമാകുന്നത് ഭാഷ ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. കാരണം മാതാപിതാക്കൾ നൽകിയ മൊഴിയിലടക്കം എന്താണ് ഈ വിദ്വേഷ പ്രശ്നം, അല്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കിയ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. മാത്രമല്ല, 2 വയസ്സുകാരിയായ കുട്ടിയാണ്. ആ കുഞ്ഞിന്റെ ഫോട്ടോ നമ്മൾ ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാം. വളരെ 2 വയസ്സുകാരിയായ കുഞ്ഞാണ്. മാത്രമല്ല, കുഞ്ഞിന് ഈ ഈ ഈ ഈ നാടോ നഗരമോ ഒന്നും പരിചയമില്ല. 2 വയസ്സുകാരിയായ കുട്ടിക്ക് എന്ത് നാടും നഗരവും പരിചയമാണെന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ കുട്ടിക്ക് കാര്യമായ പരിചയം അത് ഈ സ്ഥലത്തില്ല. മാത്രമല്ല, ഈ മാതാപിതാക്കളും വളരെ കുറച്ച് മാസങ്ങളായി മാത്രമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോട്ടീവ് ഈ നാടോടി സംഘങ്ങൾ തമ്മിലുള്ള ആയിരിക്കാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതൊരു സംശയം മാത്രമാണ്, സംശയിക്കുന്ന കാര്യം. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായ മറ്റ് വിവരങ്ങളൊന്നും പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ഷഫീദ് റാവുത്തർ, തുടരുക. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ. തിരുവനന്തപുരം പേട്ടയിലാണ് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. ഒരു സ്കൂട്ടറിലെത്തിയ സംഘം
മകളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ മാതാപിതാക്കൾ നൽകിയിരിക്കുന്നത്. പേട്ടയിലുള്ള നാടോടി സംഘത്തിൽപ്പെട്ട കുട്ടിയാണ് ഇത് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ, ആരാണ് ഈ സംഘം, കൃത്യമായി ഈ സ്ഥലം അറിയുന്ന അല്ലെങ്കിൽ ഇവരുടെ വീടറിയുന്ന ആൾക്കാരാണോ എത്തിയത് എന്നൊക്കെയുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. എന്നാലും 12 മണിക്ക് ശേഷം 2 മണിയോടുകൂടി ഈ സംഭവം നടന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 5-ാം മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ 5 മണിക്കൂറോട് അടുക്കുകയാണ് ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ കൃത്യമായി പോലീസിൻ്റെ ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല മേഖലകളിലായി. ഇനിയിപ്പോൾ നഗരം വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലേക്കുമുള്ള CCTV ക്യാമറ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഒപ്പം ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ആരാണ് ഇതിനുടമ എന്നറിയാനുള്ള ഒരു ശ്രമം കൂടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അത് വലിയ ഒരു ലീഡ് ഒരുപക്ഷെ ഈ കേസിൽ ഉണ്ടാകും എന്നൊരു പോലീസിൻ്റെ നിഗമനത്തിലാണ് അത്തരം അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്കും പുതിയ വാർത്തകളിലേക്കും തിരികെ